കുട്ടി നിക്കർ വിട്ട് ടാറ്റു അടിച്ച് എന്നിട്ട് എന്ന് പറഞ്ഞാൽ രജനീകാന്തിന്റെ കാലിൽ കിടക്കണം അമീർ ഖാൻ. മറ്റേ റോളക്സിന്റെ ഒന്ന് പോയിട്ട് നാണക്കേട്. എന്തിനാണ് നെഗറ്റീവ് കുറച്ച് പറയുന്നത് കേട്ടായിരുന്നു, എന്തിനാണ് പറയുന്നത് എനിക്കറിയില്ല. നെഗറ്റീവ് ഒക്കെ കേട്ടിട്ടാണ് വന്നത്, പക്ഷേ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പക്ഷെ കൊള്ളാം, എനിക്ക് നെഗറ്റീവിന്റെ അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പടം ഈ റിവ്യൂ കേട്ടിട്ട് നമ്മൾ സിനിമ കാണാൻ വരരുത്. കൊള്ളാം, നെഗറ്റീവിന്റെ ഒന്നും ആവശ്യമില്ല. നെഗറ്റീവ് ഒന്നുമില്ല. நம்ம பாக்குறத வேலை நம்ம கரெக்டா பார்த்தா தானே நமக்காக வேலை பாக்குறோம், அவனோட வேலை கரெக்டா பாக்கும். നോട്ട് ആസ് എക്സ്പെക്ടഡ്. ഓക്കെ ആയിരുന്നു. കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു തോന്നി മൂവിയിൽ. രജനീകാന്ത് അഭിനയം സൂപ്പർ ആയിരുന്നു. അങ്ങനെയല്ല, നമുക്ക് ഒരു ലോകേഷ് മൂവി അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ലോകേഷ് മൂവി എന്ന് പറയുമ്പോൾ ഒരു ഇത് വെച്ചിട്ടാണല്ലോ വരുന്നത്. അത്രയ്ക്ക് നമുക്ക് തോന്നിയില്ല. കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. നമുക്കൊരു 10 സെക്കൻഡ് അടിച്ചു കളയാനായിട്ട് തോന്നി. പെർഫോമൻസ് ഒക്കെ നല്ല BGM കൊള്ളായിരുന്നു. പാട്ട് സൂപ്പർ ആണ് കേട്ടോ, അതൊക്കെ സൂപ്പറാണ്. അമീർ ഖാന്റെ പോർഷൻ കുറച്ചും കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അമീർ ഖാനാണ് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇപ്പൊ വന്നിരിക്കുന്നത്. അമീർ ഖാന്റെ റോള് കുറഞ്ഞു പോയി. അതാണ്, കുറച്ച് കൂടുതൽ നേരം വേണമായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ കുറച്ചൊന്ന് കൂടുതൽ നേരം വേണമായിരുന്നു. അത് ഓവറോൾ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പടം. നല്ല കിടില പടം, നല്ല ഇഷ്ടം, നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് എടുത്ത് പറയാനായിട്ട് പടത്തിൽ? ക്യാമിയോ ആണോ, ആക്ഷൻ ആണോ? ആക്ഷനും കൊള്ളാം, പാട്ടും കൊള്ളാം, ബീജം കൊള്ളാം, എല്ലാം കൊള്ളാം. നല്ല പടം. അമീർ ഖാനൊക്കെ വെറുതെ കൊണ്ടുവന്നെയാണ്. അമീർ ഖാന്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരു കൊള്ളൂല. ആവറേജ് ബിലോ ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അമീർ ഖാനെ വെറുതെ മൊണ്ണയാക്കി. കുട്ടി നിക്കർ വിട്ട് ടാറ്റു അടിച്ച് എന്നിട്ട് എന്ന് പറഞ്ഞാൽ രജനീകാന്തിന്റെ കാലിൽ കിടക്കണം അമീർ ഖാൻ. മറ്റേ റോളക്സിന്റെ ഒന്ന് പോയിട്ട് നാണക്കേട്. അമീർ ഖാനൊക്കെ അതിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. മൊത്തത്തില് കൊള്ളൂല, സീരിയസ് ആയിട്ടും കൊള്ളൂല. ലാഗായിരുന്നു, ഉറക്കം. പ്രതീക്ഷ ഇവര് കൂട്ടി എന്നുള്ളതാണ്. ഈ ലോകേഷ് ഒക്കെ പറയും പോലെ എൻട്രവലൊക്കെ എണീറ്റിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റിന്നോയിട്ട് ഒന്ന് അനക്കാൻ പോലും പറ്റിയില്ല കാല്. ആദ്യം തുടങ്ങിയപ്പോൾ ഒന്ന് മിണ്ടായിരുന്നു. അവസാനവും കുറച്ചൊക്കെ കൊള്ളായിരുന്നു അവസാനം. അതുമെല്ലാം മിണ്ടാതിരുന്നു. ഒരു കൂവലും കുരവലും ഒന്നും ഇല്ലായിരുന്നു. ജയിലറിലൊക്കെ നമ്മളിങ്ങനെ ചാടിക്കുമായിരുന്നു. ഇത് ഒരുമാതിരി കൊള്ളൂല, ഒരു വായിക്ക് കൊള്ളൂല. ഉപേന്ദ്ര അതിൽ ആ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഉപേന്ദ്രയാണ്. ഉപേന്ദ്രന്റെ ആ ഒരു കൊണ്ടുവരുന്ന രീതിയും കൊള്ളാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിൻ്റെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഉപേന്ദ്രന്റെ കാര്യത്തിൽ. നൈസ്, ഉപേന്ദ്ര കൊള്ളാം, വേറെ കൊള്ളൂല. രജനീകാന്ത് അമീർ ഖാനാണ് വൻ വിഷയം തഴഞ്ഞിട്ടിക്കണം. അമീർ ഖാൻ എന്തിനു കൊണ്ടുവന്നെന്ന് ആർക്കറിയാം, കൊള്ളൂല. ശ്രുതി ഹസനാണ് ഈ സിനിമയിൽ ഏറ്റവും കുഴപ്പം. ശ്രുതി ഹസന്റെ ഓവർ ആക്ടിങ് കൂടിപ്പോയാണോ എന്ന് ചോദിച്ചാ അങ്ങനെയല്ല. ശ്രുതി ഹസൻ അവിടെ കാണിക്കുന്ന ഒരു ഇമോഷൻ നമുക്ക് കണക്ട് ആവാൻ അതുമല്ല, നമുക്കൊന്ന് കണക്ട് ആവേണ്ട. ഇമോഷൻ കണക്ട് ആയാലല്ലേ പടം കൊള്ളായിരിക്കും. ഇവര് അഭിനയിക്കും പോലെ ഭയങ്കരമായിട്ട് ഓവർ അഭിനയം. ഈ ശ്രുതി ഹസൻ വൻ ശോകമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ലോകേഷിന്റെ സിനിമ നമ്മൾ റോളക്സ് വന്ന പോലെ ഈ അമീർ ഖാനെ കൊണ്ടുവരാൻ നോക്കിയാൽ അത് നടന്നില്ല വലുതായിട്ട്. പിന്നെ ഈ ലോകേഷ് സാധാരണ എടുക്കുന്ന സിനിമ പോലെ അല്ല ഇത്. പിന്നെ നമുക്ക് അങ്ങനെ അത്രയ്ക്ക് സാറ്റിസ്ഫൈ ആവുകയില്ല. പിന്നെ അനുദിന്റെ ബീജിയും ഒക്കെ ഉള്ളതാണ് നമ്മൾ കണ്ടിരിക്കുക. ഒന്നും പറയാനില്ല. സിനിമ നൈസായിരുന്നു, എല്ലാം കൊള്ളാം. കിടില, എല്ലാവരും എൻട്രി നൈസായിരുന്നു. നൈസ് വെച്ചാൽ അടിപൊളിയായിരുന്നു. കേട്ടില്ല, ഇല്ല റിവ്യൂ നോക്കിയില്ല. ആ ഒരു ത്രില്ല് ഞാൻ വന്നു കണ്ടു. കിടില്ല, നൈസ് സിനിമയായിരുന്നു. എന്തിനാണ് നെഗറ്റീവ് കുറച്ച് പറയുന്നത് കേട്ടായിരുന്നു, എന്തിനാണ് പറയുന്നത് എനിക്കറിയില്ല. കിടില പടം. അമീർ ഖാന്റെ എൻട്രി, എല്ലാവരും എൻട്രി നൈസായിരുന്നു. കിടില അടിപൊളി. കൊള്ളായിരുന്നു പടം, കൊള്ളായിരുന്നു. എനിക്ക് ഈ നെഗറ്റീവ് ഒക്കെ കേട്ടിട്ടാണ് വന്നത്, പക്ഷേ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പക്ഷെ കൊള്ളാം, എനിക്ക് നെഗറ്റീവിന്റെ അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിടിലം പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അമീർ ഖാനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അമീർ ഖാൻ കൊള്ളാം. പക്ഷേ ഇതിന്റെ ആ റോള് ചെയ്യാൻ അമീർ ഖാൻ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിട്ട് തോന്നിയില്ല. അമീർ ഖാൻ തന്നെ ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷെ പടം എനിക്കെന്തോ വർക്കായി പേഴ്സണലി. ഇത്രയും നെഗറ്റീവായിട്ട് ഇന്നലെ ഭയങ്കര ഹൈപ്പായി കയറിയാണ് ഇരുന്നത്. അപ്പം ഇന്നലത്തെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കേട്ടപ്പോൾ ഇന്നത്തെ ഹൈപ്പ് പോയി. അങ്ങനെ ഹൈപ്പൊന്നും ഇല്ലാതെ കണ്ടുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. കൊള്ളാം. സൗബിന്റെ മാത്രം കൊള്ളാം, ബാക്കി വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ല. ബ്രോ, പടം തിയേറ്ററിൽ നമുക്ക് വർക്കാവും കണ്ടു കഴിഞ്ഞാൽ. എല്ലാവരും പറയുന്ന കണക്കൊന്നും അല്ല. ആക്ച്വലി നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ വർക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. തിയേറ്ററിൽ കണ്ടു നോക്കാം മാക്സിമം. നല്ലായിരുന്നു, നല്ല മൂവി ആയിരുന്നു. ആദ്യത്തെ ഒരു കുറച്ച് ലാഗേ ഉള്ളായിരുന്നു, ബാക്കി നല്ല സിനിമയായിരുന്നു. ഇത്രയും നെഗറ്റീവ് വന്ന എന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല കിണ്ണ സിനിമയായിരുന്നു. പടം അടിപൊളിയാണ്, പവർ ഹൗസ് തന്നെയാണ്. പിന്നെ ഈ റിവ്യൂ കേട്ടിട്ട് നമ്മൾ സിനിമ കാണാൻ വരരുത്. കൊള്ളാം, നെഗറ്റീവിന്റെ ഒന്നും ആവശ്യമില്ല. നെഗറ്റീവ് ഒന്നുമില്ല. നല്ല എല്ലാ ബീജും ഒക്കെ നല്ലോണം അനുഭൂതി ചെയ്തിട്ടുണ്ട്.